സ്തുതിക്കട്ടെ. കർത്താവേ, 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 നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. മാരക രോഗികളെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം ഈശോ. ഈശോ ത്വക്ക് രോഗികളെ കർത്താവേ, ചൊറി ചിറങ്ങ് കരുത്ത് പൊട്ടുന്നവരെ, രക്തം ഒലിക്കുന്നവരെ, വേരിക്കോസുകാരെ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. വെളിച്ചം പകരണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. മക്കളെ, ഈ പാട്ട് എങ്ങനെയാ വന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അതായത് സങ്കീർത്തനം 130 കർത്താവ് വചനം തന്നപ്പോൾ ഞാനത് നിങ്ങൾക്ക് പങ്കുവെച്ച് തന്നപ്പോൾ ബ്രദർ അത് പാട്ടാക്കി മാറ്റിയതാണ്. എന്താണ്? അങ്ങേ അരുവിയയക്കുക ഭൂമുഖം, മനുഷ്യൻ്റെ ഹൃദയം നവീകരിക്കപ്പെടട്ടെ, അതിന് വെളിവുണ്ടാകട്ടെ. ഇപ്പോൾ ഇരുട്ടാണല്ലോ, എന്ത് ചെയ്യണമെന്ന് രാഷ്ട്രങ്ങൾക്കറിയത്തില്ല, സംസ്ഥാനങ്ങൾക്കറിയത്തില്ല. നമ്മൾ വിഷമിക്കുന്നു. നമ്മൾ വിഷമിക്കാതിരിക്കാനും പരിഭ്രാന്തരാകാതിരിക്കാൻ വേണ്ടി അവർ പക്വത പാലിക്കണം അധികാരികൾ. പക്ഷെ അവരും വിഷമിക്കുന്നുണ്ട് ഉള്ളിൽ. എല്ലാ അധികാരികളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു കർത്താവേ. അവർക്കെല്ലാം കർത്താവേ വ്യക്തത കൊടുക്കണമേ കർത്താവേ. ജനങ്ങളെ നയിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള കർത്താവേ, അവരുടെ തെറ്റാത്ത തീരുമാനങ്ങൾ കർത്താവേ രാജ്യങ്ങൾക്ക് വേണ്ടി, ജനതകൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എടുക്കാൻ കർത്താവേ സർക്കാർ അധികാരികളുടെ മേൽ കർത്താവിന്റെ വെളിവ് നൽകട്ടെ, കർത്താവിന്റെ കൃപ നൽകട്ടെ, ചൈതന്യം വീശട്ടെ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേ, വിജ്ഞാനദായകനേ. പ്രളയത്തിൻ്റെ സൂചനകൾ നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് കണ്ടു തുടങ്ങി അല്ലേ? ഭയങ്കര വിഷമം അല്ലേ? നമ്മൾ കണ്ടില്ലേ അത്? അപ്പം അത് ആവർത്തിക്കരുത്. തന്നെയല്ല, അത് ആ ട്രിവാൻഡ്രം മുഴുവൻ ഡിസൈൻ ചെയ്യാൻ, അതിന് വെള്ളമെല്ലാം മറന്നു പോകുന്ന രീതി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ദൈവം നമുക്ക് ട്രിവാൻഡ്രം മേഖലകളെ, കാരണം അവിടെയാണല്ലോ വെള്ളം ആദ്യം കയറിയത്, ആ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ കർത്താവേ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം കർത്താവേ. തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മേഖലകളെയും കർത്താവേ സമർപ്പിച്ച്, അത് ആദ്യം വെള്ളം കയറുകയും മുങ്ങുകയും മഴ പെയ്ത് അപ്പം മുങ്ങിപ്പോകുന്ന എല്ലാ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളും, വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ, മനുഷ്യൻ കുടിയൊഴിഞ്ഞു പോകേണ്ട സ്ഥലങ്ങൾ, അതിനുവേണ്ടി കർത്താവേ വെള്ളം വാർന്നു പോയി കർത്താവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ഡിസൈൻ ചെയ്യാൻ കർത്താവേ അങ്ങനെ മക്കൾക്ക് ബുദ്ധി കൊടുക്കണമേ. എഞ്ചിനീയേഴ്സിനെ ആശീർവദിക്കണമേ, ടൗൺ പ്ലാനിംഗ് ചെയ്യുന്നവരെ ആശീർവദിക്കണമേ, സർക്കാരിനെ ആശീർവദിക്കണമേ. വെളിച്ചം പകരണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. ശ്രുതികടേ ശ്രുതികടേ ഹല്ലേലൂയ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. പ്രിയമുള്ളവരെ, ഭവനങ്ങൾ കാണിച്ചു തന്നിരുന്നു കർത്താവ്. ഞാൻ വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഭവനങ്ങളെ കാണിച്ചു തന്നായിരുന്നു.
ഭവനങ്ങളെ കർത്താവിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഭവനരഹിതരെ ഏൽപ്പിക്കുന്നു നമ്മൾ. ഭവനം ഡിലാപ്പിഡേറ്റഡ് നിൽക്കുന്ന ജീർണാവസ്ഥയുള്ള ഭവനങ്ങളെ നമ്മൾ കർത്താവിന് സമർപ്പിക്കുന്നു. കടലോരത്തുള്ള ഭവനങ്ങൾ, കടൽ കയറിയ വീണ് പോകുന്ന കുറേ ഭവനങ്ങളുണ്ട്. കടലോരത്തുള്ള എല്ലാ ഭവനങ്ങളും, ഇതുപോലെ ഉരുൾപൊട്ടലിൽ നിൽക്കുന്ന ഭവനങ്ങൾ, മലമ്പ്രദേശത്തുള്ള ഭവനങ്ങൾ, ഇടുക്കി അതുപോലുള്ള സ്ഥലങ്ങൾ, സ്ഥിരം ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളില്ലേ, അറിയത്തില്ലല്ലോ. വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം എത്രയോ പാവപ്പെട്ട മനുഷ്യർ ഇതിൽ ആ വീട് കാണാൻ കൂടി ഇല്ലാത്ത രീതിയിൽ 16 അടി താഴെ പോയിട്ടുള്ള വീടുകളുണ്ട്. അത്തരം ദുരന്തങ്ങൾ ഇനി സംഭവിക്കരുത്. സമാധാനത്തെ മനുഷ്യൻ ജീവിക്കാൻ അവിടെ ഒരു രാത്രിയുടെ ഉരുൾപൊട്ടൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പർവ്വത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ഉരുളപ്പൊട്ടലിൻ്റെ മേഖലയിൽ താമസിക്കുന്നവരെയും കടലോരങ്ങളിൽ താമസിക്കുന്നവരെയും കർത്താവിൻ്റെ വിശുദ്ധമായ വലതുകരത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ നിമിഷം കർത്താവേ, ഞങ്ങൾ കടലോരവാസികളെയും കർത്താവേ മലയോരവാസികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഭൂമി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരത്താൽ ഭവനങ്ങളെ സംരക്ഷിക്കണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ, സന്തോഷത്തോടെ വെളിച്ചം പകരണമേ, വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. മക്കളെ, ഉദരരോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഉദരരോഗികളെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉദരരോഗമില്ലാത്ത ആൾക്കാർ, നിങ്ങൾ വെറുതെ നിങ്ങളിങ്ങനെ ഞാനീ നാട്ടുകാരനല്ല നമ്മൾ നിൽക്കരുത് കേട്ടോ. കാര്യം ഉദരത്തിൽ രോഗം വന്നാൽ അത് വരുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തുമാത്രം ആ വേദന അവരനുഭവിക്കുന്നുണ്ടെന്ന്. ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, കഴിക്കുന്ന ഭക്ഷണം പോകത്തില്ല, എന്തെല്ലാം തരത്തിലാണ്. ചിലപ്പോഴൊക്കെ കുടലൊക്കെ കണ്ടിച്ചു കളയേണ്ടി വരും, പിന്നെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. കർത്താവേ, ഇതുമാത്രം മനുഷ്യർ സൗഖ്യപ്പെട്ട് കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ മക്കൾ, ദൈവത്തെ ഓർത്ത് വലതുകരം നിങ്ങളുടെ വയറ്റി വെക്കുക. കർത്താവ് ഇപ്പം നിന്നെ സുഖപ്പെടുത്തുന്ന നീ പൂർണ്ണമായി പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിക്കുക. കർത്താവെ, ഉദരരോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഉദരരോഗമുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉദരരോഗമുള്ളവരെ നിന്റെ തിരുമുറുവാർന്ന ഉയർത്തെഴുന്നേറ്റ വലത് കരത്താൽ ഈ നിമിഷം സ്പർശിക്കണമേ. അടിപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ഉദരരോഗമുള്ളവരെ യേശുനാമത്തിന് സൗഖ്യമാകട്ടെ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. നമ്മൾ വണക്കമാസം നടത്തുമ്പോൾ നമ്മൾ വണക്കമാസത്തിൽ ഓൺലൈനായിട്ട് പ്രാർത്ഥനാ സമർപ്പണം ചെയ്ത ആൾക്കാരുണ്ട്. അത് ഞാൻ കുറച്ച് നേരം സ്റ്റക്കായിപ്പോയി അത് കേട്ടിട്ട്. ഞാൻ അപ്പം തന്നെ കണ്ണീരോടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, അതുപോലെയുള്ള അത് അവർ പ്രാർത്ഥിക്കാൻ അവർക്ക് വിശ്വാസവും അവസരവും ഉള്ളതുകൊണ്ട് തന്ന്. അതുപോലെ അങ്ങനെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകത്തില്ലേ, ലോകത്ത് മുഴുവനുള്ളവരെ, ഒരു വീട്ടിൽ പറക്ക് കുറവുള്ളവരെ. ഇപ്പോഴ് അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, എത്രയും വേഗം. അതുപോലെ തന്നെ ഇതുപോലെ വെന്റിലേറ്റർ കിടക്കുന്നവരും, അമ്മേ, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈ നിമിഷം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാ കുടുംബങ്ങളിലേക്കും സഞ്ചാരി മാതാവേ കടന്നു ചെല്ലണമേ. അവർ സാക്ഷ്യം പറയാനുള്ള ദൈവിക അടയാളങ്ങളെ നാമത്തിൽ ലഭിക്കട്ടെ. നാമത്തിലെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര്
ലിസി ചാൾസ്, എറണാകുളം ജില്ലയിൽ പനങ്ങാട് നിന്നാണ് ഞാൻ വരുന്നത്. 2018 മെയ് 9 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഇതിനു മുൻപ് 2 പ്രാവശ്യം ഈ അൾത്താരയിൽ കയറി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും കൃപകളുമൊക്കെ പറയുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 14-ാമത്തെ തവണ പുതുക്കിയപ്പോഴാണ് വീണ്ടും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ്, രോഗസൗഖ്യങ്ങളായിട്ടാണ് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് പ്രദാനം ചെയ്തത്. 35 വർഷം പഴക്കമുള്ള ഫൈബ്രോയിഡ്, ഞാൻ എല്ലാ വർഷവും ഒരു 4-5 വർഷം വരെ അത് ചെക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നീട് 2008 ഈ വിശുദ്ധ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു തുടങ്ങിയതിന് ശേഷം പിന്നെ ചെക്ക് ചെയ്യാൻ പോകാത്തൊരു സിറ്റുവേഷനായി. കാരണം പരിശുദ്ധ അമ്മ നമുക്കെല്ലാം തരും. അന്ന് ഉടമ്പടിയൊന്നും തുടങ്ങിയിട്ടില്ല, എങ്കിലും നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങോട്ട് കടന്നു പോകാൻ പിന്നെ ശ്രദ്ധിക്കാതെയായി. പക്ഷെ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായി, പെയിനായി. അപ്പോഴും ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനോട് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞത്, അച്ഛൻ എനിക്ക് സൈത്ത് തന്നിട്ട് പറഞ്ഞു, വിശുദ്ധ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഭാഗത്ത് വടിവയറിൽ പുരട്ടുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ആ ശ്രദ്ധയില്ല. കാരണം പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ നിൽക്കുന്ന എനിക്ക് സൗഖ്യം തന്നു എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം വന്നു. അതിന് ശേഷം ഞാനിവിടെ സാക്ഷ്യം വന്നതിനായിട്ട് ഇവിടെ വൈദികനടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത്, അത് പോരാ, റിപ്പോർട്ട് വേണം. പക്ഷേ ഈ റിപ്പോർട്ടിന് പോകാൻ എനിക്ക് വീണ്ടും ഒരു ഭയം. കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണത്. അതങ്ങനെ നിന്ന സമയത്ത് വീണ്ടും എനിക്കെൻ്റെ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. തൊണ്ടയിൽ ഒരു വലിയ പെയിൻ വന്നു. അത് ഞങ്ങളുടെ ദേവാലയത്തിൽ ഒരു ഗാനസന്ധ്യ നടത്തിയപ്പോൾ ഹൈ പിച്ചെടുത്ത് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും പിച്ചെടുക്കാൻ പറ്റാത്തൊരാളാണ്. പക്ഷേ എൻ്റെ തൊണ്ടയിൽ തൊണ്ട പൊട്ടി. എൻ്റെ വോക്കൽ കോഡിന് അത് സാധാരണ ഒരു അസിഡിറ്റി ആയിട്ടല്ല, അൾസർ രൂപത്തിൽ വന്നു. പക്ഷേ എനിക്കൊരു 3 മാസം വോയിസ് റെസ്റ്റ് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു പോയി. ആ സമയത്ത് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ എനിക്കതുപോലും പറയാൻ പറ്റുന്നില്ല. അച്ഛൻ അപ്പോഴും എനിക്ക് സൈത്ത് അച്ഛൻ തന്നെ പുരട്ടി തന്നു, വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, അതും അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് സാക്ഷ്യം പറയണമെങ്കിൽ തെളിവ് വേണം. ഒരു ദിവസം എനിക്കിതുപോലെ എന്നെ വല്ലാത്ത ബുദ്ധിമുട്ട്, എനിക്ക് വോമിറ്റിങ്, മോഷൻ പോകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഇതിങ്ങനെ വെച്ചാൽ പോരാ, മമ്മി ഒന്ന് ഡോക്ടറെ കാണണം. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റിൽ ഡോക്ടറെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, എത്ര വർഷമായി ഫൈബ്രോയിഡ് പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു 35 വർഷമായല്ലോ ഡോക്ടറെ, എന്നൊന്ന് ചെക്ക് ചെയ്യാം, ഒരിത്തിരി പ്രോബ്ലം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല, കാരണം പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറമേ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അത് പോരാ, എൻ്റെ യൂട്രസിനകത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഡോക്ടർ എഴുതിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഡോക്ടർ എഴുതണ്ട, അപ്പം എനിക്കത് സാക്ഷ്യം പറയാനുള്ളതാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന കുട്ടി നമ്മുടെ കൃപാസനത്തിലെ ഒരു പ്രേക്ഷിതയാണ്. ആ കുട്ടി വേഗം എൻ്റെ യൂട്രസിനകത്ത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ, ഇങ്ങനൊരു സംഭവമില്ലല്ലോ. അതായത് ഒരു 4 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു 4-5 മുഴകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത്ഭുതകരമായിട്ട് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ, ആ ഉടമ്പടി തൈലം സൈത്ത് പുരട്ടലിലൂടെ എൻ്റെ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഇനി ഞാനതിന് റെക്കോർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് അൾസറിൻ്റെ ഈ വിഷയം എനിക്കുണ്ട്. എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, പള്ളിയിൽ പോയി കഴിഞ്ഞ് എനിക്കൊന്ന് പാടാൻ ബുദ്ധിമുട്ട്. ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ വോക്കൽ കോഡിൽ വീണ്ടും ഒരു സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിച്ച് തുടങ്ങിയിരിക്കുക, 3 മാസം വോയിസ് റെസ്റ്റൊക്കെ എടുത്തതല്ലേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പാറലായിരുന്നു എൻ്റെ സൗണ്ടിന്. എനിക്ക് ഒത്തിരി സ്വരത്തിൽ സംസാരിക്കാം. പൂർണ്ണമായിട്ടും ഈ സൗഖ്യം എനിക്ക് തന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, രോഗിയെ സൗഖ്യപ്പെടുന്ന യേശുവിൻ്റെ വചനമാണ് നമ്മളെല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്നത് പോലെ എന്നെയും സൗഖ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കാത്തൊരു കാര്യം, എനിക്കൊരു 25 വയസ്സുള്ള കാലം മുതൽ തൈറോയിഡ് പേഷ്യൻ്റാണ് ഞാൻ. മരുന്ന് കഴിക്കും, ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെയുള്ളൊരു അസുഖമാണ്.
പക്ഷെ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, മാറണം, മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഡോക്ടർ ഈ അടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞത്, ഇനി തൈറോയിഡിനൊന്നും മരുന്ന് കഴിക്കണ്ട, അതെല്ലാം മാറി, ഇനി മരുന്നേ ആവശ്യമില്ല. അങ്ങനെ തൈറോയിഡ് മാറിക്കിട്ടി, എനിക്കതും പൂർണ്ണമായി സൗഖ്യം തന്നു. അതുപോലെ തന്നെ എൻ്റെ 2 ബ്രസ്റ്റിനും നല്ല പെയിനാണ്. പക്ഷെ വീട്ടിൽ ഞാൻ പറയില്ല, കാരണം എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ പറയുന്നുണ്ട്. കൃപാസനത്തിൽ എപ്പോഴും പോകുന്ന ആളല്ലേ, പിന്നെ അവിടെ അത് മതിയല്ലോ. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. പക്ഷേ ഈ ചെക്കപ്പിൻ്റെ ഇടയ്ക്ക് ഇതുകൂടി ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു വിഷയമില്ലല്ലോ, ഒക്കെ B1 ആണല്ലോ, നോർമൽ സ്റ്റേജ് ആണല്ലോ, ഇനി ഇങ്ങനെ വർഷം തോറും ചെക്കപ്പിനൊന്നും വരണ്ട കേട്ടോ, ഇതിനകത്തൊന്നും ഒരു പ്രോബ്ലം ഇല്ല, ഒരു ചെക്കപ്പിന് ഇയാൾ വരണ്ട. അങ്ങനെ 4 അസുഖങ്ങളാണ് എനിക്ക് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ സൗഖ്യപ്പെടുത്തി എനിക്ക് തന്നത്. അത് എൻ്റെ രോഗസൗഖ്യം മാത്രമാണ്, ബ്ലെസ്സിങ്സ് മാത്രമാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ അത്ഭുതകരമായിട്ട് എനിക്ക് കിട്ടിയത് ആത്മീയമായിട്ടുള്ള എൻ്റെ വളർച്ചയാണ്. അതെൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസനം പത്രം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ 3 കെട്ടാണ് വാങ്ങുന്നത്. ഇത് ഞാൻ ബസ്സിൽ കൊടുക്കും. പക്ഷേ ബസ്സിൽ കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വളരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മോട് പെരുമാറും. ഡ്രൈവർക്ക് വരെ ഞാൻ കൊടുക്കാറുണ്ട്, കണ്ടക്ടർക്ക് കൊടുക്കും, അടുത്തിരിക്കുന്നവർക്ക്. ചിലപ്പോൾ ബാക്കിലേക്ക് പോയിട്ട്, ട്രാൻസ്പോർട്ട് ബസ്സിലാണല്ലോ, നല്ല തിക്കും തിരക്കുമായിരിക്കും. അപ്പോൾ ഏതാണ്ട് 2 കെട്ട് തീർന്നിട്ടുണ്ടാകും ഞാൻ എൻ്റെ പനങ്ങാട് മാടവനിൽ എത്തുമ്പോൾ. പിന്നെ 1 കെട്ട് എൻ്റെ പള്ളിയിൽ ഓരോരുത്തർക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എനിക്ക് കിട്ടിയ രോഗസൗഖ്യം എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും ലഭിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ഒരിക്കൽ ഒരു പത്രം കൊടുത്തപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്നിട്ട് പറഞ്ഞു, എൻ്റെ ടീച്ചറെ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, മാതാവ് ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് പണ്ടെൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. പക്ഷേ ഞാൻ സത്യത്തിൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ആ വ്യക്തിയോട് ഒരു അനുതാപമാണ് തോന്നിയത്. എനിക്ക് എൻ്റെ ഉണ്ടായ ആത്മീയമായ വളർച്ച എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അനുതാപത്തിലൂടെ പരിശുദ്ധ അമ്മയിലൂടെ കടക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ അടുത്ത പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. 15 അമ്മമാരുള്ളതാണ്. ഒരു 10 സിസ്റ്റേഴ്സും ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ദശാംശം കണക്കാക്കി തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിൽ കൃത്യമായിട്ട് കൊടുക്കുകയും അത്യാവശ്യം അവരൊന്ന് സഹായിക്കാനും മറ്റു വസ്തുക്കളും ഒക്കെ ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാനൊരു വിൻസെൻഷൻ പ്രവർത്തകയായതുകൊണ്ട് ഒരുപാട് വീടുകൾ സന്ദർശിക്കാൻ പറ്റും. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് പോകുന്നതിന് കൂടെ ഒരുമിച്ച് ഞങ്ങൾ കൊടുക്കുന്നൊരു ദത്ത് സഹായമൊക്കെ ഉണ്ട്. അതുകൂടാതെ ഞാൻ ഒറ്റയ്ക്ക് പോകും. കാരണം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അതിനെനിക്ക് കയ്യും കണക്കൊന്നുമില്ല. എനിക്ക് ഉള്ളതിൽ നിന്ന് ഞാൻ എൻ്റെ സ്വന്തം ആവശ്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട്, എൻ്റെ ചിലവുകളൊക്കെ ചുരുക്കിയിട്ട്, എൻ്റെ കൂടുതലുള്ള ദൂർത്തെല്ലാം മാറ്റിയിട്ട്, ആഡംബരമൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്ന് പങ്ക് കൊടുക്കാൻ, അതൊക്കെ എനിക്ക് അനുതാപത്തിലൂടെ, ഈ കാരുണ്യ പ്രവൃത്തിയിലൂടെയാണ് ഈശോ എനിക്ക് തന്നത്. ആ അമ്മയിലൂടെ കിട്ടിയ വേറൊരു ഗുണം, 4 ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലും. അതെൻ്റെ ജീവിത പങ്കാളി ആദ്യമൊന്നും അങ്ങനെ എന്നെ ശ്രദ്ധിക്കേണ്ടായി. പക്ഷേ അദ്ദേഹത്തിനും ഈ ഇടയായിട്ട് ഞങ്ങൾക്ക് വലിയൊരു സഹനമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, സഹനത്തിലൂടെയാണ് പരിശുദ്ധ അമ്മ എല്ലാ രോഗസൗഖ്യങ്ങളും എനിക്കുള്ള കാരുണ്യപരമായിട്ടുള്ള എൻ്റെ അനുതാപമൊക്കെ തന്നത് ആ വലിയൊരു സഹനത്തിലൂടെയാണ്. അത് ഈശോ ആ സഹനവും പരിശുദ്ധ അമ്മയിലൂടെ എടുത്തു മാറ്റും. ഒരു സാക്ഷ്യം പറയാനുള്ള ഒരവസരം പരിശുദ്ധം എനിക്ക് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ തേൻ, വെഞ്ചരിച്ചെന്ന തേൻ വലിയൊരു ഔഷധമാണ്. ഞാനവിടെ വീടുകളിൽ പോകുമ്പോൾ ഞാനത് കൊടുക്കും. ഞാൻ 2-3 തുള്ളി എടുത്ത് വായിലിട്ട് ഒഴിച്ച് ഇങ്ങനെ തൊട്ട് കൊടുക്കും. അപ്പോൾ ഇവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, ടീച്ചറെ മാറിപ്പോയിട്ടോ, ആ രോഗം മാറി, എനിക്ക് പിന്നെ വന്നിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ ഒരു അച്ഛൻ, ഫാദർ മാത്യു ഡിക്കുഞ്ഞ അച്ഛനൊരിക്കൽ ഒരു കുഞ്ഞ് ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ഞാൻ ഈ ഉടമ്പടി തൈലവുമായിട്ട് അച്ഛനെ കാണാൻ പോകുന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനതെടുത്ത്, അച്ഛൻ ഞാൻ പുരട്ടിക്കോട്ടെ, കാരണം വൈദികരാകുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് ചോദിക്കാണ്ട് തൊടാൻ പാടില്ല, വിശുദ്ധിയോടുകൂടി ഞാൻ തൊട്ട് പുരട്ടിക്കോട്ടെ. അച്ഛൻ പറഞ്ഞു, പുരട്ടിക്കോ ടീച്ചർ, തൊട്ടോ. പക്ഷേ പിറ്റേ ദിവസം അച്ഛൻ്റെ വിവരം അറിയാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഭയങ്കര ഹീലിംഗ് ആണ് കേട്ടോ ടീച്ചറെ, വിട്ടുമാറിപ്പോയി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിലും വിശ്വസ്തതയിലും നിൽക്കുന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ എനിക്ക് തരുന്ന കൃപകൾ തന്നെയാണ്. അതിലേറെ എനിക്ക് പറയാനുള്ളത്,
എല്ലാ ദിവസവും ദിവ്യബലിയിൽ എനിക്ക് 20 മിനിറ്റ് നടന്നു പോകണം. പക്ഷെ എനിക്ക് വണ്ടിയില്ല, വണ്ടി ഓടിക്കാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. അപ്പം ഞാനൊരു പരാതി എപ്പോഴും പറയും, എനിക്ക് പഠിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ പഠിപ്പിച്ചില്ലല്ലോ. പക്ഷേ ഇന്നലെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൊരു കാര്യം കേട്ടു. കാറുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ വരാം, കാറില്ലാത്തതുകൊണ്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതല്ല ഒരു മാനദണ്ഡമല്ലത്. നിങ്ങൾ നടന്നു പോവുക, നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും. അപ്പോൾ ആ ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അനുതാപം തോന്നി. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പരാതി പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പരാതി പറയില്ല. എൻ്റെ 2 കാലിനും തേയ്മാനമുണ്ട്. പക്ഷേ ഇന്നലത്തെ ആരാധനയുടെ സമയത്ത് എൻ്റെ ഇടത് കാലിന് രോഗസൗഖ്യത്തിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ടും തേയ്മാനം മാറി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വലത് കാലുണ്ട്, അത് ഈശോ എനിക്ക് എൻ്റെ സഹനം കൂടുമ്പോൾ ഈശോ എനിക്ക് പരിശുദ്ധം എനിക്ക് തരുമെന്ന് എനിക്കറിയാം. കൂടാതെ വചനത്തിലേക്ക് എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും, അച്ഛാ എനിക്ക് വചനം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രാർത്ഥിക്കാമെന്ന് എന്നച്ഛൻ പറയും. പക്ഷേ ഞാൻ വായിക്കുന്ന വചനം അരമണിക്കൂറൊന്നുമല്ല, ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ ഇരുന്നങ്ങ് പറയും, വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വചനം വായിക്കാനുള്ള കൃപയും കൂടി എനിക്ക് ഈശോ തന്നിട്ടുണ്ട്, പരിശുദ്ധമ്മ തന്നിട്ടുണ്ട്. ആത്മീയമായിട്ട് എൻ്റെ കുടുംബം ഒത്തിരി പ്രാർത്ഥനയിലാണ്. അതാണ് എനിക്ക് രോഗസൗഖ്യത്തെക്കാളൊക്കെ ഏറെ ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് നിത്യജീവനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വചനത്തിലൂടെ എന്നെ വിശുദ്ധീകരിച്ച് നിത്യജീവൻ അവകാശമാക്കുക. അച്ഛനത് തന്നെയാണ് എപ്പോഴും പറയുന്നത്. ഇതൊക്കെ വിട്ടുപോകും, ഭൗതികമായിട്ടുള്ള എല്ലാം. നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ 2:5 പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അപ്പം അതിലെല്ലാം കടന്നു വന്നപ്പോൾ എൻ്റെ കാരുണ്യ പ്രവർത്തികളൊക്കെ കൂടി എനിക്ക് അനുതാപം തന്നു. എനിക്കൊരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മ എന്നെ ഏറെ സഹായിക്കുന്നുണ്ട്. കൊന്തയെല്ലാം പറ്റുന്നുണ്ട്. ദിവ്യബലി അർപ്പണത്തിലൂടെ എനിക്ക് ഒത്തിരി കൃപകൾ ഈശോ തരുന്നുണ്ട്. ഒരുപാട് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും എല്ലാ രോഗസൗഖ്യത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആദ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 12 ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് കൃപാസന പത്രം തന്നത്. എനിക്കിതിനു മുമ്പ് ഒത്തിരി നാൾ മുമ്പ് കൃപാസന പത്രം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിചാരം ക്രിസ്ത്യൻസിന് മാത്രമേ ഉടമ്പടി എടുക്കാമുള്ളൂ എന്നായിരുന്നു. എങ്കിലും പിന്നീടാണ് അറിഞ്ഞത് എല്ലാവർക്കും എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ആദ്യം, അവൾക്ക് SSLCക്ക് മോഡലിന് ഒട്ടും മാർക്കുണ്ടായില്ല. അവൾ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോവുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യം വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് എല്ലാ വിഷയത്തിനും ഉന്നത മാർക്ക് കിട്ടുകയും നല്ല സയൻസിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതുപോലെ മകനാണെങ്കിലും 10ൽ മലയാളത്തിന് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ എല്ലാ വിഷയത്തിനും മറ്റുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, പക്ഷെ മലയാളം ഒട്ടും മാർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ സങ്കീർത്തനം 91 വായിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 91 സങ്കീർത്തനം വായിച്ചു. അതിനും അവന് 2 മലയാള സെക്കൻഡിനും ഫസ്റ്റിനും അവന് A+ കിട്ടി. ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ സഹായിച്ചു. അടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യമാണ്. എൻ്റെ ഭർത്താവിന് ചെറുപ്പം മുതലേ ചെവി പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2024 മാർച്ച് ഒരു 15 ആയപ്പോഴേക്കും ചെവി പൊട്ടുകയും ഭയങ്കര പഴുപ്പെന്ന് ചോദിച്ചാൽ എന്നോട് എല്ലാവരും ചോദിക്കും, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ നോക്ക് സുബലെ, ഇതെന്താ ഇങ്ങനെ പഴുപ്പ്? രാത്രികളിൽ ഉറങ്ങാതെ ഞാൻ എത്രയോ തവണ ചെവിയിൽ നിന്ന് പഞ്ഞി വച്ചിങ്ങനെ എടുത്ത് പുള്ളി ഉറങ്ങുമ്പോഴിങ്ങനെ കട്ട പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി മരുന്ന് 2-3 ആശുപത്രിയിൽ കാണിച്ചു കഴിഞ്ഞിട്ടും അവർ പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെവിയുടെ പാടൽ പൊട്ടിയേക്കാണ്. അത് കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം നീർക്കെട്ടിൻ്റെ ഒരു മരുന്ന് കൊടുത്ത് അത്യാവശ്യം ആ നീർക്കെട്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല, ശക്തമായി പ്രാർത്ഥിക്കുകയും ഞാൻ ഉടമ്പടി തൈലം ചെവിയിൽ ഒഴിക്കാൻ പുള്ളി സമ്മതിക്കില്ലായിരുന്നു. എങ്കിലും ഞാനൊരു ദിവസം പുള്ളി ഉറങ്ങുന്ന സമയത്ത് ഈ പഴുപ്പ് എടുക്കണ സമയത്ത് പുള്ളി ചിലപ്പോൾ അറിയാറില്ല, ഉറക്കത്തിലും ഇങ്ങനെ നന്നായിട്ട് പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാനൊരു ദിവസം ചെവിയിൽ ഉടമ്പടി
തൈലം ഒഴിച്ചു. അതുകൂടാതെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജോസഫച്ചനെ കാണിക്കുകയും ഇവിടെ വന്ന് ജോസഫച്ചൻ തൈലം പുറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പിന്നെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ വേണ്ട, ചെവിക്ക് നന്നായിട്ട് പാട വന്ന് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും പരിശുദ്ധ അമ്മ ഈശോയും തന്ന വലിയ അനുഗ്രഹമാണ്. അതുപോലെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു കാര്യമാണ്, ഞാൻ ഒരു ദിവസം പെട്ടെന്ന് എന്തോ വീട്ടിൽ ചെമ്പരത്തിക്കമ്പ് വെട്ടിയതാണ്. പക്ഷേ എൻ്റെ കൈ ഈ വിരൽ നന്നായിട്ട് മുറിഞ്ഞു, 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ഞാൻ ഈ കൈ മുറിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഉടമ്പടി ഉപ്പങ്ങ് തേച്ചു. ഒട്ടും വേദനയും ഉണ്ടായില്ല, ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ല. ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പോലും പറഞ്ഞു, ചേച്ചി കണ്ണടച്ചിരുന്നു, ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ തല കറങ്ങുന്നു, ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലേന്ന്. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് തന്നെ നോക്കൂ. എല്ലാവരും 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി വിരൽ ഒരിക്കലും മടങ്ങില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ശക്തമായിട്ട് മടങ്ങുകയും എല്ലാം ചെയ്യും. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു പശു ഉണ്ടായിരുന്നു. പശു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത കുഞ്ഞിനെ അടുപ്പിക്കുകയോ പാല് കൊടുക്കുകയോ ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് ആ ഉടമ്പടി തൈലം എടുത്ത് ഞങ്ങൾ ചെന്ന്, വലിയ പശുവായിരുന്നു, ഞങ്ങൾ ചെന്ന പശു അടുപ്പിക്കില്ല. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതൊന്ന് പെരട്ടാൻ പറഞ്ഞു. അച്ഛൻ അത് പെരട്ടി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പശു ആരോ പിടിച്ച്, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയാണെന്ന് വിശ്വസിക്കുന്നു, ആരോ പിടിച്ച് നിർത്തുന്നത് പോലെ പശു നിന്ന് കിടാവിനെ കുടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആ പശുവിനെ ഞങ്ങൾക്ക് കറക്കാൻ പറ്റില്ല, വലിയ പശുവായിരുന്നു. അമ്മ കണ്ണോപ്പറേഷൻ ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചോദിച്ചു, ഈശോയെ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ പശുവിനെ കറക്കാൻ ഞങ്ങളുടെ വീട്ടിൽ ആളില്ലല്ലോ. പെട്ടെന്ന് എനിക്കൊരു സ്വരം പോലെ കേട്ടു, ഈ പശുവിനെ ഒരു ഫാമിലെ ആൾ വന്ന് കൊണ്ടുപോകുന്നു. പശു പ്രസവിച്ചു. അന്നും ഫാമിലി ആരും വരുമൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം അച്ഛൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്താ അന്വേഷിച്ച് നടക്കണേ? അച്ഛൻ പശുവിനെ കറക്കാൻ ഒരാളെ അന്വേഷിച്ച് നടന്നതായിരുന്നു. അപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരു പശു ഉണ്ട്, ഞങ്ങൾക്ക് കറക്കാൻ പറ്റില്ല, ആരെങ്കിലും വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് ആ ചേട്ടൻ വരികയും ഞങ്ങളുടെ പശുവിനെ കൊണ്ടുപോവുകയും ചെയ്തു. അതും ഈശോ തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ എൻ്റെ സഹോദരനും സഹോദരിയും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായ ഒത്തിരി നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈശോ തന്നു കണ്ടുകൊണ്ട് എൻ്റെ സഹോദരിയും സഹോദരനും ഈ ഉടമ്പടിയിലാണ്. കാരുണ്യ പ്രവൃത്തി ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും, രോഗികളെ പോയി കാണുകയും എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായം കൊടുക്കുകയും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. രക്ഷിതപ്രവർത്തനം അതുപോലെ ഈശോയെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരോടും ഓരോ ദിവസവും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് എൻ്റെ ഭർത്താവിന് ഫെസക വ്യാഴത്തിൻ്റെ അന്ന് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഞങ്ങൾ ആശുപത്രി ഒരു വശത്തിന് പയ്യൊരു തളർച്ച പോലെ വരികയും ചെയ്തു. അപ്പം തന്നെ ഉടമ്പടി തൈലം പറ്റി ആ കൈ പെട്ടെന്ന് ഇതൊക്കെ കൈ അനക്കാൻ പറ്റുകയും ചെയ്തു. അതുപോലെ പുള്ളി ധ്യാനം കൂടും, പത്രം ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ പത്രം കൊടുത്ത് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഒത്തിരി ചേച്ചിമാർ. ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ പത്രം കൊണ്ട് കൊടുക്കുന്നത് കാരണം പത്രം കൊടുത്ത് അത് വായിച്ച് ഇവിടെ വന്ന ഒത്തിരി, ഞങ്ങളുടെ അനുഭവം കേട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ വചനം വായിക്കും ഒത്തിരി. ഇതുപോലെ പല സമയങ്ങളിൽ ഈശോ എനിക്ക് വചനങ്ങൾ തരാറുണ്ട്. ഒത്തിരി വചനങ്ങൾ ഓരോ സമയങ്ങളിൽ ഞാൻ രോഗങ്ങൾ വരുമ്പോഴായാലും ബൈബിൾ തുറക്കുമ്പോൾ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഒത്തിരി വചനങ്ങൾ, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, അങ്ങനെ ഒത്തിരി വചനങ്ങൾ തന്ന് കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്. അതുപോലെ എനിക്ക് ഒത്തിരി ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും. ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ദേഷ്യങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവർ ക്ഷമിക്കാനുള്ള കൃപ കിട്ടുകയും ചെയ്തു. അതിൽ ഒരു ദിവസം ഞാൻ ഒരു വ്യക്തിയോട് വളരെ പുച്ഛമായിട്ട് സംസാരിച്ചു. അന്ന് ഈ രാത്രി ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ശക്തമായ പല്ലുവേദന വന്നു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വരികയും എന്തിനാണ് നീ മറ്റുള്ളവരെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് ചോദിക്കുകയും അങ്ങനെ ഈശോയുടെ ഒരു സംസാരം എനിക്ക് കേൾക്കാനും ഈശോയെ എനിക്ക് കാണാനും കഴിഞ്ഞു. അതിൽ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി.